ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. ഒരു നാളിലെന്നെ പേർ ചൊല്ലി വിളിച്ചൻ മാതാവിനുദരത്തിൽ വളർത്തി. പിന്നെയോ പൈതലായി മാറോടു ചേർത്തു മഹിതലെ കാത്തു പുലർത്തി. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾക്കൊപ്പം ഒത്തിരി സന്തോഷത്തോടെ ഈ നിമിഷം കർത്താവിൻ്റെ അരികിലായിരിക്കും. കർത്താവിന് ജയഗീതങ്ങൾ പാടുന്ന ദിവസമാണ്. ഹോശാന പാടിയ ജനത്തോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിന് ജൈവിളികൾ മുഴക്കാം, കർത്താവിന് സ്തോത്രഗീതങ്ങൾ ആലപിക്കാം. നമ്മുടെ ജീവിതം മുഴുവനായിട്ട് കർത്താവിൻ്റെ ബലിയായിട്ട് മാറാൻ വേണ്ടി നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീല ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹത്വത്തിന്റെ രാജാവായ മിശിഹായെ, വിനീതനായ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു.
നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്ക് ഞങ്ങൾ അവസാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. അവസാന പാടി നിന്നെതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവർന്ന് ശുശ്രൂഷ ചെയ്യുവിൻ. കർത്താവ് ആഗതനാകുമ്പോൾ നീതിമാന്മാർ മഹത്വമണിഞ്ഞെതിരേൽപ്പിനായി അണയുന്നു, മേഘനിരകളിലേക്ക് പറന്നുയരുന്നു. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ. അവനാണ് നമ്മുടെ ദൈവവും കർത്താവുമെന്ന് അറിയുവിൻ. നാമെല്ലാം അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവന്റെ ജനവും സ്ഥലത്തെ അജഗണവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവന്റെ വാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. അവന് നന്ദി പറയുവിൻ, തിരുനാമം വാഴ്ത്തി പുകഴ്ത്തുവിൻ. എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു, അവന്റെ കൃപ ശാശ്വതമാകുന്നു, വിശ്വസ്തത തലമുറകളോളം നീളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചുപിടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലതിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സഭനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. സഹോദരരെ, സക്രിയയുടെ പുസ്തകത്തിനുള്ള വായന അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതുകുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും
ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ലും ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവേൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 11 വാക്യങ്ങൾ 13 മുതൽ ഒരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറെ പേരെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവനും പരിശുദ്ധമാണ്. വേരെ പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്നോർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെ ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കു സ്തുതി. ഹല്ലേലൂയ, പാടാം ഒന്നായി. ഹല്ലേലൂയ, 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 പാടാം ഒന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മനോജ്ഞം നിൻ തിരുനാമം കർത്താവേ, ഭൂമിയിലെങ്ങും നിന്റെ മഹത്വം വാനിനുമീതെ കീർത്തിതമാണെന്നറിവു ഞങ്ങൾ. ഹല്ലേലൂയ, പാടാം ഒന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 21 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എബ്രാഹാം ലിങ്കൻ ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് എബ്രാഹാം ലിങ്കനെ നോക്കി പറഞ്ഞു,
ഇത് നിന്റെ അപ്പൻ തുന്നിയ ചെരുപ്പാണ്. ഈ ചെരുപ്പ് അപ്പനാണ് കേടുപോക്കിയത്, വളരെ മനോഹരമായി ചെയ്തു. ഇപ്പോഴും നിന്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് എബ്രഹാം ഇങ്ങനെ നോക്കി. ആ വ്യക്തി ചോദിച്ചു. ചോദ്യം കേട്ട് എബ്രഹാം ലിങ്കൻ നിശബ്ദനായി, ഒന്ന് കണ്ണുകൾ അടച്ചു. എല്ലാവരും വിചാരിച്ചു അത് കേട്ട് മോശമായിട്ട് കരയുകയാണ്, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എബ്രഹാം ലിങ്കൻ കുറച്ച് സമയം ശാന്തമായതിനു ശേഷം ഉറക്കെ ആ വ്യക്തിയോട് സംസാരിച്ചു. വളരെ സന്തോഷം, എൻ്റെ അപ്പൻ തുന്നിയ ചെരുപ്പ് ഇപ്പോഴും ഉണ്ടല്ലേ? അത് കാണാൻ സാധിച്ചത് വളരെ മനോഹാരിത. അത് എന്നെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ. എൻ്റെ അപ്പൻ നല്ല ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. അദ്ദേഹം എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങാനും കേടാവാണെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി, ഞാൻ ശരിയാക്കി തരാം. ഇതാണ് എളിമപ്പെടൽ എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മുടെ തമ്പുരാൻ നമുക്കായി കഴുതപ്പൊടിയുടെ പുറത്ത് എളിമയുള്ളവനായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മളൊക്കെ ജീവിതത്തിലെ എളിമയുള്ളവരായിട്ട് മാറാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ ഭാവങ്ങൾ കരുതി വെക്കുന്നവരാണ്. ഞാൻ അതാണ്, ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ. കഴിവുകളുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അഹങ്കരിക്കുന്നവരാണ്. എന്നാൽ എല്ലാം ഉണ്ടായിട്ട് ഒന്നും ഇല്ലാത്തവനെ പോലെ ആയി നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ് കർത്താവ്. അതാണ് ഓശാൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ആ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവന്നപ്പോൾ ആ കഴുതക്കുട്ടി എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ യേശു പറയാൻ പറഞ്ഞ ഒരു ഉത്തരവുണ്ട്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ എൻ്റെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറട്ടെ. അതായിരിക്കും ഓശാന. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൂല്യമുള്ള വ്യക്തിയായിട്ട് മാറും. നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിലയില്ലാതെയും ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹനമോ എന്തെങ്കിലും വിലയൊക്കെ ഉണ്ടാകും. എന്നാൽ ഓരോ ഓശാന വരുമ്പോഴും ഈ കഴുതക്കുട്ടിയെ ഓർമ്മിക്കാൻ കാരണം എന്താ? യേശു ആ കഴുതക്കുട്ടിയിൽ പ്രവേശിച്ചത് കൊണ്ടല്ലേ. ഇതുപോലെ നിന്നെ ഓർക്കണമെങ്കിൽ നീ നിനക്കായി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ഓർക്കില്ലട്ടോ. നിന്റെ ഉള്ളിൽ കർത്താവ് വരുമ്പോൾ, കർത്താവ് പ്രവർത്തിക്കുമ്പോൾ ഈ ലോകം ഓർക്കുമെന്നുള്ളത് നീ മനസ്സിലാക്കുക. അതുകൊണ്ട് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടോ എന്ന് നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. അവർ ജെറുസലേമിനെ സമീപിക്കെ ഒലിവുമരക്കരികെയുള്ള ബെത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം ദേശയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനീതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്നും ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്ത് വിളിച്ചു: ദാവീദിന്റെ പുത്രൻ ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വച്ചായി. ആരാണിവനെന്ന് ചോദിച്ച് ജനക്കൂട്ടം പറഞ്ഞു: ഇവൻ ഗലീലയെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവുൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു.
അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധരും മുടന്തരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പൊളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവരോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നത്? നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും മന്ദിരങ്ങളിൽ നീ സ്തുതി ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയിലേക്ക് പോയി അവിടെ താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുന്നു. കർത്താവിനെ അവസാന ഗീതങ്ങളെ നിമിഷം നമ്മൾ പാടുകയാണ് ഉറക്കെ. അന്ന് ആ ജനക്കൂട്ടം ഏറ്റു പറഞ്ഞതുപോലെ എന്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നെന്ന് മനസ്സിലാക്കി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി നിമിഷം പ്രാർത്ഥിക്കാം. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ദാവീദിന്റെ പുത്രൻ ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓശാന. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഓശാന ഗീത നിമിഷം നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഓശാന ഓശാന എന്ന ഗീതം നമ്മളെല്ലാവരും ചേർന്ന് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കട്ടെ. ഓശാന ഓശാന ദാവീദിൻ സുതനോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. വിണ്ണിൻ പൂവേദിയിലോശാന, ദാവീദിൻ സൂനുവിനോശാന. മനസ്സുകളിൽ കർത്താവിന്റെ നാമം വിസ്തരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്തൃ പ്രാർത്ഥനകൾക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു. ബാലകരും തീർത്ഥകരും നാദനു ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാദനു ജയഗാനം പാടുന്നു. ഓശാന ഓശാന. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടെ നിന്ന് വിനീതനായ യെരൂശലേമിൽ പ്രവേശിച്ച മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഹോശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. ഹോശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകല ജനപദങ്ങളും മിശിഹായെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും ഇടയാക്കുന്ന കർത്താവേ, ഹോശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭൂമിയിൽ മിശിഹായ്ക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഹോശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മിശിഹായെ പോലെ വിനയത്തോടും എളിമയോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഹോശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹെബ്രായ പൈതങ്ങളുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഹോശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിയ കർത്താവേ, ഹോശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഹോശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ കർത്താവേ, ഹോശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ.
അങ്ങയുടെ ദാനം ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണയാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലനാഥനായ ദൈവത്തിന്റെ കൃപാസനത നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. ഒരു നിമിഷം കണ്ണുകളടയ്ക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് നമ്മുടെ ജീവിതം കൊണ്ട് ആവശ്യമുണ്ട്. നിരാശപ്പെടാതെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക. എന്തോരം കാര്യങ്ങൾ കർത്താവിന് നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളതെന്നറിയോ? ഒന്ന് കൊടുത്താൽ മതി. എനിക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് സംതൃപ്തിയില്ലാതെ പോകാം. എല്ലാ വേദനകളെയും ചേർത്ത് വയ്ക്കുക. തിരുസഭയെ ചേർത്ത് വയ്ക്കുക. ദൈവമേ, നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളെ വേദനിക്കുന്ന അതുപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും സമർപ്പിക്കുന്നു. നാഥ, അനുഗ്രഹിക്കണേ, ആശീർവദിക്കണം. താതനും അതുപോലാത്മജനും ദിവ്യറൂഹാക്കിം സ്തുതിയെന്നും ദൈവാംബികയെയും മായൂസേപ്പിനെയും സാദരമൂർത്തിയുടെ പാവനമേ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരെ, ഏകജ സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു.
പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ശ്രദ്ധിക്കണമേ എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശ്രീരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുക എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കരുണയാതിരകതാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുക ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ സ്രോതലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരും സ്നേഹവും ഐക്യവും ഞങ്ങളുളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കൃപയന്മാരും ശ്രാഫ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ വിടാതെ സ്തുതിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ജനക്കൂട്ടം പാടിയ ഓശാന ഗീതങ്ങൾ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ നാവ് ഉപയോഗിച്ച് നിമിഷം നമ്മൾ പാടി പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്തുതിച്ച് നിമിഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഓശാന ഗീതങ്ങൾ പാടാം. അഴകേഴുമമ്പരസീമകളും ആഴികൾ ചൂഴുമീ ഭൂതലവും മാമലയാറുകൾ മാമരങ്ങൾ പ്രിയങ്കരം പാടുന്നു സംഗീതങ്ങൾ. ഓശാന ഈശനു സദതം, ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, ശ്രീജനങ്ങളോട് തുടങ്ങിയേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു.
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ എളിയവരും ബലഹീനരും അകലരുമായി ദാസരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൊരു ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കസയുമെടുത്ത് കൃതദാസതരം ചെയ്ത് വാഴ്ത്തിയവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്യുന്ന എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കാ ചെയ്യുവേൻ. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സുതനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവന പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, തിരുപതീഷായ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, തിരുപതീഷായ മാർ പോളി കണ്ണുകാട് മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി, എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകമാവിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കു വേണ്ടി, ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി, ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കു വേണ്ടി, ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, തെരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്നവർ, നാനാജാതി മതസ്ഥർ, മക്കളില്ലാത്ത ദമ്പതികൾ, വിശ്വാസത്തിൽ നകന്നിരിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി, രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, യുവജനങ്ങൾ, കുഞ്ഞുമക്കൾ, വിശുദ്ധ കുംഭസാരത്തിൽ നകന്നിരിക്കുന്നവർ, നോമ്പിന്റെ അരൂപയിലൂടെ കർത്താവിന്റെ സഹന വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിനുള്ള കൃപാവരം ലഭിക്കുന്നതിനു വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം ലഭിക്കുന്നതിനും, ഈ സ്ഥാപനത്തെയും കുഞ്ഞുമക്കളെയും എല്ലാ സ്റ്റേഴ്സിനു വേണ്ടിയും, അയോഗ്യനായ എനിക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. എന്നുള്ളം ശുദ്ധമാക്കാൻ പാവനാത്മനേ, രൂപത്തിൽ നീ വരണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആശ്രയിക്കുകയും പ്രതികരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉറപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സകരാചരണവുമായ ജീവിതനം കാരണമാകട്ടെ.
തീ പോലിറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി വിശ്വാസത്തോട് ചേർന്ന് പാടാം. സഹന വഴികളിലൂടെ നടക്കുക, പ്രതീക്ഷയുള്ളവരായിട്ട് മാറുക. സജീവവും പരിശുദ്ധവും ജീവിതായ മകളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരുകരങ്ങൾ തുറന്ന് പിടിക്കാം, ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവിതായകം ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ തിരുനാമത്തിന് സ്തുതിനാഥനായ നിനക്ക് ആരാധനയെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സർവ്വത്തിലും നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിപാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാമീശോ ഇന്നെന്നിൽ ദ്യോവിന്റെ വാതിൽ തുറന്നു, തൻ്റെ ദാനങ്ങളെന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാമീശോ ഇന്നെന്നിൽ ദ്യോവിന്റെ വാതിൽ തുറന്നു, തൻ്റെ ദാനങ്ങളെന്നിൽ ചൊരിഞ്ഞു. ദിവ്യാനത്തിലേക്ക് എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എഴുന്നള്ളി വരണമേ എന്ന നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് കൂടെ ഉണ്ടാകാൻ വേണ്ടി, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി, മൂല്യമുള്ള വ്യക്തികളാകാൻ വേണ്ടി നിമിഷം പ്രാർത്ഥിക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവിന്റെ നാമത്തിൽ വന്നവൻ ഹോശാന. ദൈവത്തെ നിമിഷം സ്തുതിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ദിവികാരുണ്യമായിട്ട് എഴുന്നള്ളി വന്നിരിക്കുക. ഉന്നതങ്ങളിൽ നിന്നുള്ളവൻ ഹോശാന. യേശുവേ, പാപിയാണെങ്കിലും ഏറ്റുപറയുക. കുറേയേറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുക. ഞങ്ങളുടെ എല്ലാ നിയമങ്ങളെയും കുടുംബത്തെയും ഭാരങ്ങളെയും ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാടുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് സ്നാതനം പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വതലേഖരികരങ്ങളെ മെരുത്തി പിടിച്ച വിശ്വാസപുറം എഴുതല്ലാം. സ്വർഗസ്സനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. മിശിഹായുടെ ശരീരവും രക്തവും കരുണപ്രതിയും നിത്യജീവനും കരണമാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളെ അകതാര ശുദ്ധമായി തീർത്തിടണേ. അനുപമ സ്നേഹത്തിൻ ഈരടി പാടുവാനവേകലനാഥ വരമരുൾക. നാഥ വരമരുൾക. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഓർണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണവും ഉദ്ധാനവും അനുസ്മരിക്കുന്ന ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാനും ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണം വഴി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഓശാന ഗീതങ്ങളുടെ മധ്യ ജെറുസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ പെസഹാരഹസ്യത്തിൽ പങ്കുചേർന്നവരായ ഞങ്ങൾ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേർന്ന് അവിരാമം നിന്നെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലി വഴിയാ നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാകമാരുത്തബലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയേരിലും നാഥൻ വരനീര ചൊരിയട്ടെ. ഇപ്പോഴും ഇപ്പോഴും ഇന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്തുതി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമ്പോൾ എന്നറിഞ്ഞുകൂടാ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.